പറയട്ടെ, എല്ലാ സമുദായത്തിനും സഭയ്ക്കും അതിൻ്റെതായ ചില സ്ട്രക്ചറുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോൾ ജ്ഞാനായ അസോസിയേഷൻ ചേർന്ന് അവിടെ നമുക്ക് ജ്ഞാനായ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പ്രൈവറ്റായിട്ട് എന്തെങ്കിലും ഒപ്പീനിയൻ എടുക്കണമെങ്കിൽ ഞാൻ അവർക്ക് കൽപ്പനാ രൂപത്തിലോ അല്ലാതെയോ കൊടുത്താൽ മതി. എനിക്ക് I would like to get some recommendations from you people എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്താൽ അവരെനിക്ക് തരും. അതിന് ലോകം വിട്ടുകൊള്ള ജ്ഞാനായ പള്ളികളിലേക്ക് ഏതാനും ചില പർട്ടിക്കുലർ പേഴ്സൺസിന്റെ പേര് അറിയിച്ച് ഞാനിതിനെ എല്ലാവരെയും അറിയിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവരാണോ ഇതിന്റെ റൈറ്റ് പേഴ്സൺസ് എന്നുള്ളത്? ഒരു മെത്രാപ്പൊലീത്തയാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടാണ് കമൻസോ താല്പര്യങ്ങളോ അറിയിപ്പോ കിട്ടാനുണ്ടെങ്കിൽ അതിന് വേണ്ട ഗൈഡ് ലൈൻസിനാണെങ്കിൽ അവർക്ക് വ്യക്തിപരമായി കൊടുക്കാനേ കഴിയുകയുള്ളൂ. ഇങ്ങനെ കൊടുക്കണമെങ്കിൽ നോർത്ത് അമേരിക്കയ്ക്ക് ഒരു ജ്ഞാനായ കമ്മിറ്റിയില്, നോർത്ത് അമേരിക്കയ്ക്ക് ജ്ഞാനായ അസോസിയേഷനില് അവരോടൊന്ന് ചോദിച്ചു പോയതുകൊണ്ടുള്ള പ്രശ്നം എന്താ? അവരായാലും ഇവിടെ ഇലക്ടഡ് ബോഡിയല്ലേ? എനിക്കത് മനസ്സിലായി. ഇതാണ് സാഹചര്യമെങ്കിൽ നാട്ടിൽ ചെന്ന് ലോകം വിട്ടുകൊള്ള ജ്ഞാനായ സമുദായത്തെ ബാധിക്കുന്ന ഭരണഘടനയ്ക്ക് എനിക്ക് താല്പര്യമുള്ള ഏതാനും ചില ആളുകളെ മാത്രം ഞാൻ പറയുകയാണ്. ഞാൻ ഈ പരിശുദ്ധ വായനകളെ എനിക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലോകം മുഴുവൻ അറിയിക്കുകയാണ്. ഇവരുടെ റിപ്പോർട്ട് കിട്ടി, അതിന്മേലെ ഞാൻ കൂടുതലായി പഠിച്ച് അത് അസോസിയേഷന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അസോസിയേഷനിലേക്ക് മെത്രാപ്പൊലീത്ത മാത്രം എക്സ്ക്ലൂസീവായിട്ട് നിയമിച്ച ഒരു കമ്മിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ അവതരിപ്പിച്ചാൽ അതെന്തായിരിക്കും സാഹചര്യങ്ങളെന്നാണ് നിങ്ങളുടെ ഒരു ചിന്ത? സാധാരണഗതി എന്തായിരിക്കും സംഭവിക്കുന്നത്? പക്ഷേ മെട്രോപൊളിറ്റൻ, ചീഫ് മെട്രോപൊളിറ്റൻ ഞാനതൊരിക്കലും ചെയ്യുകയില്ല. ഞാനിത് പറയാൻ കാര്യം, പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കുക വഴി എനിക്കറിയില്ല, നമ്മളൊരു ഡയോസിസ് മാത്രമാണ്, ബാക്കിയെല്ലാം റീജിയൻസ് മാത്രമാണ്. ഇവിടെ തീർച്ചയായിട്ടും റീജിയണൽ ആയിട്ട് കരിശ്ശേരിക്ക് പ്രാതിനിധ്യമില്ല. പക്ഷെ ഇവിടെ റീജിയണൽ ആയിട്ട് അസോസിയേഷൻ ഉണ്ട്, കമ്മിറ്റി ഉണ്ട്, ബൈലോ ഉണ്ട്, ലോ ഓഫ് ദ ലാൻഡ് അനുസരിച്ച് കാര്യങ്ങൾ പോകണം. പക്ഷേ അതൊക്കെ കുറച്ചുകൂടെ ഒരു ചേർന്ന് പോകുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരൊക്കെയാ ഈ സമൂഹത്തിലൊക്കെ ഉള്ളത്. ഒറ്റ ഡയോസസേ ഇവിടെയുള്ളൂ. ഈ ഡയോസസിലെ കാര്യങ്ങൾക്ക് ഇവിടെ ഒരു മെത്രാപ്പൊലീത്ത, ഇവിടെ ജ്ഞാനായ അസോസിയേഷനെ കമ്മിറ്റി, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ സെക്കൻഡ് ജനറേഷനെ കുറിച്ച് ഓർക്കുന്നത്? ഞാൻ ഒത്തിരി സങ്കടത്തോടെയാണ് പ്രിയപ്പെട്ടവർ, എനിക്ക് ഒത്തിരി ദുഃഖമുണ്ട്, ഞാൻ ഒത്തിരി എന്തിനാ ഇതൊക്കെ? എന്തിനു വേണ്ടിയാ ഇതൊക്കെ? നിങ്ങൾ ചിന്തിച്ച് ഇവിടുത്തെ സെക്കൻഡ് ജനറേഷനെ കുറിച്ച് അവരെ ഐഡന്റിറ്റി ചെയ്യാനോ അവരുടെ വികാരങ്ങൾ മാനിക്കാനോ ഈ സെക്കൻഡ് ജനറേഷന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതുന്നേ ഞാൻ പറയുന്നത്. ഇതുപോലെയുള്ള കോൺട്രവേഴ്സ്യലായ കാര്യങ്ങളാണോ ഇവിടെ ചെയ്യുന്നത്? ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നിങ്ങൾക്കറിയാൻ കാര്യങ്ങൾ എങ്ങനെയാ പോകുന്നത്? ഇതിനോട് ഇനി റിയാക്ട് റെസ്പോണ്ട് ചെയ്യേണ്ടതിന് ഏത് വിധത്തിലാണെന്നുള്ളത് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യങ്ങൾ അവിടെ ചിന്തിക്കും. ഓരോരുത്തരെയും അനുകൂലിക്കുന്നതിലൂടെ ആളുകൾ വരത്തില്ലേ? അത് ഒരു മെത്രാപ്പൊലീത്തയുടെ കൂടെ മാത്രമേ ആളുകൾ ഉണ്ടായിരിക്കുള്ളൂ. നിങ്ങൾ ചിന്തിച്ച് അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പാവപ്പെട്ട നല്ലവരായ ജനങ്ങൾ രണ്ടും മൂന്നും പക്ഷത്തേക്ക് മാറണമെന്നോ, അവര് തമ്മിൽ ഫൈറ്റ് ഉണ്ടാകണമെന്നോ, അവര് തമ്മിൽ അതുകൊണ്ട് തന്നെ ഇമെയിൽ ഉണ്ടാകണമെന്നോ, ഇമെയിൽ എഴുതരുതേ എന്നൊരു കൽപ്പനയും കൂടെ പറയുകയും ഇമെയിൽ എഴുതത്തക്ക സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് പാരഡോക്സല്ലേ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. എന്താ ഈ സംഭവിക്കുന്നത്? അപ്പോൾ ആളുകൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ വരുമ്പോഴാണ് ഈ ഇമെയിൽ എഴുതേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, ഈ അമേരിക്കയിലെ നിങ്ങളുടെ മുഴുവൻ വികാരവും എനിക്കറിയാം. ഇവിടുത്തെ ഭരണമല്ല നിങ്ങളുടെ വിഷയം. ഏത് മെത്രാന്റെ എന്ത് അധികാരമുണ്ടെന്നുള്ളത് ഈ നോർത്ത് അമേരിക്കയിൽ ഞാൻ കണ്ടെത്തോളം ജനങ്ങളുടെ ചിന്ത അവർക്ക് അവരുടെ മക്കളെ ജ്ഞാനായ സമുദായത്തിന്റെ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ സത്യവിശ്വാസവും പാരമ്പര്യവും പൈതൃകവും ഉയർത്തിപ്പിടിച്ച് ദൈവമുള്ളവരായി, ദൈവാശ്രയമുള്ളവരായി അവർ വളർന്നു വരണമെന്നല്ലാതെ നിങ്ങൾക്ക് എന്താ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ പറയൂ.
കൂടാരത്തിന്റെ അപകർഷണത്തിന് വേണ്ടിയുള്ള ഈ കഴിവുടി ഞാൻ ദുഃഖിതനാണ്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? വളരെ ദുഃഖകരമാണ്. ഇതുകൊണ്ട് വളരെ ദുഃഖകരമാണ്. ആരുടെയെങ്കിലും കയ്യിൽ അധികാരമില്ല. ജനങ്ങളെ പ്രതി തന്റെ ആളുകൾക്ക് വേണ്ടി ജീവനെ തന്നെ വെടിവാക്കാൻ, ജീവൻ കളയാൻ നീ തയ്യാറാകണം മകനെ എന്ന് ഈ സ്ത്രീകന്മാരോട് നമ്മുടെ നമ്പരാനായ കർത്താവ് പഠിപ്പിച്ച അവരുടെ പിൻഗാമികളാണ് ഞങ്ങൾ മെത്രാന്മാരെന്ന് ഓർക്കണം. ഞങ്ങളാണ് ഇത് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഈ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് കൺസേൺ വേണ്ടേ? അവരെ കുറിച്ച് അവരെ കുറിച്ച് പറ, അവരെ ഇങ്ങനെ ദൈവമുള്ളവരാക്കാം. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളാണ്. ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കണമെന്ന് ക്നാനായ അസോസിയേഷനുള്ള തീരുമാനമുണ്ട്. അറിയാം, ക്നാനായ ഭരണഘടനയുണ്ട്, ക്നാനായ സമുദായത്തിന് അസോസിയേഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാമോ, കോടതി സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത് സേവേറിയോസ് മെത്രാച്ചൻ വലിയ മെത്രാപ്പോലീത്തേക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് കൽപ്പന അയക്കാൻ അധികാരമില്ലെന്ന് അഫിഡവിറ്റ് സത്യവാങ്മൂലം കൊടുത്തവരാണ് ഇവിടുത്തെ പല ആളുകളും. അതാരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് ഏകദേശം അറിയാം. പറയൂ, അല്ലെങ്കിൽ എന്റെ കയ്യിലാണ് ഇപ്പോൾ രേഖയിരിക്കുന്നത്. കോടതി സത്യവാങ്മൂലം കൊടുത്തു. ആർച്ച് ബിഷപ്പ് ഓഫ് ഇന്ത്യ മാത്രമാണ് സേവേറിയോസ് മെത്രാച്ചൻ ഇന്ത്യക്ക് പുറത്തേക്ക് കൽപ്പന അയക്കാൻ ഒക്കത്തില്ലെന്ന് കോടതി പുച്ഛിച്ചു തള്ളി. ചെങ്ങന്നൂർ മുനിസിപ്പൽ കോടതി, കോട്ടയം മുനിസിപ്പൽ കോടതിയും പറഞ്ഞു, വിത്ത് അൺക്ലീൻ ഹാൻഡ്സ്, ചില ദുഷ്ടലാക്കോടുകൂടി ഏതാനും ചില ആളുകളാണ് ഇവിടെ ഈ കേസുമായി വന്നിരിക്കുന്നത്. ഈ കോടതിക്ക് ബോധ്യമായി എന്നുള്ളതിന്റെ പേപ്പർ ഞാൻ നമ്മുടെ എന്റെ കയ്യിൽ ഇരിക്കുന്നു. എന്തിനാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സമുദായ മെത്രാപ്പോലീത്തേക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് കൽപ്പന അയക്കാൻ അധികാരമില്ലെന്ന്? എന്തായി സംഭവിക്കുന്നത്? ഇത് സാധാരണ ജനങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിലേ മതിയാകും. ഇത് ഞാനല്ല വിഷയം എടുത്തിട്ട് നിങ്ങൾ ഓർക്കണം. ഈ കൽപ്പന വായിച്ചതുകൊണ്ടല്ലേ ഇതൊക്കെ പറയേണ്ടി വന്നത്. ഞാൻ പറയാനൊന്നും ഇവിടെ വന്നതല്ല. ഞാൻ ഒരു വാദപ്രതിവാദത്തിനുമില്ല. പക്ഷെ ഇവിടുത്തെ സെക്കൻഡ് ജനറേഷനെ കുറിച്ച് എനിക്ക് കരുതലുണ്ട്. ജ്ഞാനായ സമുദായത്തെ കുറിച്ച് എനിക്ക് കരുതലുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വിചാരങ്ങളെ ഒപ്പിയെടുക്കുവാൻ ഞാൻ തയ്യാറാണ്. അവർക്ക് എത്ര നല്ലവരാ. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മുതൽ എന്തോ ഒരു സ്നേഹമാ. കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നത് പോലെ ജനം കൊണ്ട് നടക്കുന്നത്. പക്ഷേ അത് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? എനിക്കറിയത്തില്ല. ദൈവങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കൃപാവരങ്ങളാലും നിറയ്ക്കട്ടെ. ഇതുകൊണ്ടൊന്നും പേഴ്സണൽ ഗ്രാൻഡുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ സ്നേഹമാണ്. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഐ അഷ്യൂർ യു, പേഴ്സണൽ ആയിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി, ബ്രദർഹുഡും എല്ലാം കൂടി. ഇത് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് കേസ്. അല്ലാതെ ഇത് ഒരിക്കലും വ്യക്തിപരമായ വിഷയങ്ങളല്ല. ഈ വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്, സങ്കടമാണെന്ന് മാത്രമേ. എനിക്കിതിനെ എതിർപ്പല്ല, എനിക്ക് സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ, എന്തൊരു ദുഃഖമാണ്. സത്യത്തിൽ കരയാനാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കരയാൻ, മുട്ടിന്മേൽ നിന്ന് ദൈവസന്നിധി കരയാനാണ് തോന്നുന്നത്. ദൈവം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് ദൈവം നമ്മളെയൊക്കെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാ കൃപാവരങ്ങളാലും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ.